എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധ ഉത്തരാർത്ഥം അധ്യായം 80 ഇന്ന് ആരംഭിക്കുന്നു. 80ാമത്തെ അധ്യായത്തിലാണ് പ്രസിദ്ധമായിട്ടുള്ള ആ ഉത്തമ ഭക്തനായിട്ടുള്ള ഭഗവാന്റെ ഏറ്റവും നല്ല സുഹൃത്തായ ആ കുചേലൻ, അതായത് ആ സുദാമാചരിതം ആണ് ഈ അധ്യായത്തില് വർണ്ണിക്കുന്നത്. പരീക്ഷിത്ത് രാജാവ് ചോദിക്കുകയാണ്, ഈ യുദ്ധത്തിന്റെ കഥകളാണല്ലോ ഇതേവരെയൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നത്. ഓരോ രാജാക്കന്മാരെ ഭഗവാൻ ഭൂമിക്ക് ഭാരമായിട്ടുള്ള ഓരോരുത്തരെ നശിപ്പിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ അതെല്ലാം കേട്ടപ്പോ ഒരു നല്ലൊരു ഭക്തന്റെ കഥ കേൾക്കണം എന്ന് മോഹമായി പരീക്ഷിത്ത് മഹാരാജാവിന് പറയും. ശ്രീ ശിവബ്രഹ്മർഷിയോട് പറയാണ്, മഹർഷി, മനുഷ്യ ജന്മത്തിന്റെ സാഫല്യം ശ്രീകൃഷ്ണ ഭജനം മാത്രമാണ്. എനിക്ക് ആയുസ് പരിമിതമാണല്ലോ, ഇനിയുള്ള സമയം ശ്രീകൃഷ്ണ കഥകൾ പറഞ്ഞു തരണേ. അപ്പൊ മഹാരാജാവിന്റെ ചോദ്യം കേട്ട് ശ്രീ ശിവബ്രഹ്മർഷി പറഞ്ഞു, അല്ലയോ രാജൻ, ശ്രീകൃഷ്ണ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ട് ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. സുദാമാവ് എന്നു പേരായ അദ്ദേഹം കുചേലൻ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഭക്തോത്തമനായ അദ്ദേഹം പരമവിരക്തനും കൂടിയായിരുന്നു. രാമകൃഷ്ണന്മാരും ഒരുമിച്ച് സാന്ദീപനി മഹർഷിയുടെ അടുത്ത് വിദ്യാഭ്യാസം ചെയ്യാൻ ഭാഗ്യം സിദ്ധിച്ച ആ മഹാത്മാവ് വിധിപ്രകാരം വിവാഹം ചെയ്ത് ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചു. കുചേലപത്നി ഭക്തി കൊണ്ടും വിരക്തി കൊണ്ടും കുചേലന് അനുരൂപയായിട്ടുള്ള പത്നി തന്നെയായിരുന്നു. ഭഗവാന്റെ പാദഭജനത്തിൽ മാത്രം രാവും പകലും ഇങ്ങനെ ആനന്ദിച്ചു കഴിഞ്ഞിരുന്ന ആ ഭക്തോത്തമനായിട്ടുള്ള ആ കുചേലൻ ഗൃഹകാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചേയില്ല. ആ കുടുംബത്തില് ബാധിച്ചിരുന്ന ദാരിദ്ര്യത്തെ അദ്ദേഹം അറിഞ്ഞുമില്ല. കുചേലപത്നി ദാരിദ്ര്യ ദേവതയുടെ ബാധ കൊണ്ട് പട്ടിണി കിടന്നിങ്ങനെ എല്ലും തോലുമായിട്ട് വാടിയ മുഖവും ഒട്ടിയ വയറൊക്കെ ആയിട്ട് ഒരു ദിവസം ഭർത്താവിന്റെ അടുത്ത് നിന്ന് വിറച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ പട്ടിണി കിടന്ന് ശരീരം ഇങ്ങനെ വിറയ്ക്കാണ് ആ അമ്മയുടെ. ശ്രീകൃഷ്ണ ഭഗവാനും അവിടുന്നും സഹപാഠികളും സുഹൃത്തുക്കളുമായിരുന്നില്ലേ? ഇന്ന് അവിടുന്ന് അനുഭവിക്കുന്ന ഈ ദാരിദ്ര്യം ആ ലക്ഷ്മീപതി അറിഞ്ഞിട്ടുണ്ടാവില്ല. ഭക്ത പാരിജാതമായ ഭഗവാൻ ഇപ്പോൾ ദ്വാരകയില് ഉണ്ടെന്ന് കേട്ടു. ഭഗവാനെ ഒന്ന് ചെന്ന് കണ്ടാ മതി. അവിടുന്ന് നമ്മുടെ ഈ ദാരിദ്ര്യം തീർത്തു തരില്ലേ? തീർത്തു തരാതിരിക്കില്ല. ഇവിടെ വിചാരിച്ചെങ്കിലും ഒന്ന് ചെന്ന് കാണാൻ ദയവുണ്ടാകണേ. ആദ്യമൊന്നും കുചേല ബ്രാഹ്മണൻ അത് ശ്രദ്ധിച്ചില്ല. പിന്നെയും മൃദുവായിട്ട് തന്നെ ഒന്ന് ചെന്ന് കാണുകയല്ലേ എന്ന് പിന്നെയും പത്നി പറഞ്ഞപ്പോ മോക്ഷത്തെക്കാളും വലിയതായ ആ ഭഗവാന്റെ ദർശനം കിട്ടൂലോ. ആ ഭഗവത് ദർശനത്തിൽ മോഹം തോന്നിയ കുചേലൻ അങ്ങനെ യാത്രയ്ക്ക് തീരുമാനിക്കുകയും ഭഗവാന് തിരുമുൽ കാഴ്ച വെക്കാൻ എന്തെങ്കിലും തരണം എന്ന് പത്നിയോട് പറയുകയും ചെയ്തു. പ്രഭാതത്തില് ദ്വാരകയിലേക്ക് പുറപ്പെട്ട ഭർത്താവിന്റെ കയ്യില് കുചേല പത്നി യാചിച്ചു കിട്ടിയ 4 പിടി അവിൽപ്പൊതിയും മേടിച്ച് കുചേലൻ ദ്വാരകയിലേക്ക് പുറപ്പെട്ടു. ഭഗവാന്റെ ഭക്തവാത്സല്യാദി ഗുണങ്ങളെ ചിന്തിച്ചുകൊണ്ട് പോകുന്ന കുചേലൻ വഴി പോയതും സമയം പോയതും ഒന്നും അറിഞ്ഞില്ല. രത്നനിർമ്മിതങ്ങളായ മണിമന്ദിരങ്ങളുടെ പ്രഭാപുരത്താൽ അദ്ദേഹം മനോരാജ്യത്തിൽ നിന്ന് ഉണർന്നു. സാക്ഷാൽ വൈകുണ്ഠത്തിലാണ് താൻ എത്തിയത് എന്ന് അപ്പോ മനസ്സിലായി. എന്തൊരു അത്ഭുതം! 7ാം നില മാളികയിൽ ലക്ഷ്മി സമേതനായി ഇരുന്നരുളുന്ന ഭഗവാൻ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ ദൂരത്ത് കണ്ടു. ഭക്തൈകലഭ്യനായ ഭഗവാൻ അടുത്തിരിക്കുന്ന മഹാലക്ഷ്മിയെ കൂടി മറന്ന് നിമിഷം മാത്രം കൊണ്ട് ആ മാളികയുടെ മുകളിൽ നിന്നെടുത്ത് അങ്ങോട്ട് ചാടി എന്നാ പറയണത്. അങ്ങനെ കുചേല ബ്രാഹ്മണന്റെ അടുത്ത് എത്തി. വിയർപ്പിലും ഭസ്മത്തിലും നനഞ്ഞ ആ ഭക്തോത്തമന്റെ ആ മലിനമായ ദേഹത്തെ ഭഗവാൻ ആ ലക്ഷ്മി രേഖയണിഞ്ഞ തന്റെ മാറോട് ചേർത്ത് ആലിംഗനം ചെയ്തു. ഭഗവാന്റെ തൃക്കണ്ണുകള് ആ കരുണ കൊണ്ട് ആർദ്രമായി. അതേവരെ ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ എന്ന് പറയുന്നത്. അതിനു മുമ്പ് അദ്ദേഹത്തിന് അങ്ങനെ കരഞ്ഞിട്ടേ ഇല്ല. അങ്ങനെയുള്ള ഭഗവാൻ കുചേലനെ അങ്ങോട്ട് എത്ര ആ സുഹൃത്തിനെ കണ്ടപ്പോ കെട്ടിപ്പിടിച്ചങ്ങനെ ആനന്ദാശ്രു ഒഴിച്ചു എന്നാ പറഞ്ഞു. അങ്ങനെ വാദ്യഘോഷങ്ങളോടെ കുചേലനെ അന്തപുരത്തിലേക്ക് എതിരേറ്റ് കൊണ്ടുപോയി ആ ലക്ഷ്മി തൽപ്പത്തിൽ അങ്ങോട്ട് സൽക്കരിച്ചിരുത്തി, രുക്മിണി വെള്ളം കൊണ്ടുവരൂ, പൂവ് കൊണ്ടുവരൂ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ തൃപ്പാദങ്ങൾ കഴുകിച്ച് പാദതീർത്ഥം ഭഗവാൻ തന്നെ തന്റെ ശിരസിൽ തളിച്ചു. രുക്മിണി ദേവി വെഞ്ചാമരമെടുത്ത കുചേല ബ്രാഹ്മണനെ വീശി പാദപൂജ ചെയ്ത് സൽക്കാരങ്ങളൊക്കെ ഗംഭീരമായിട്ടുള്ള സൽക്കാരമാണ് ചെയ്തത്. അങ്ങനെ ഭഗവാൻ കുചേല ബ്രാഹ്മണനായിട്ട് ഓരോ വർത്തമാനങ്ങൾ പറഞ്ഞു. ലക്ഷ്മി തൽപ്പത്തിൽ പിടിച്ചാണ്ട് ഇരുത്താണ്. കുചേലൻ ഇരിക്കണില്ല. ഇവിടെ ഇരിക്കൂ സുദാമാവേ, എവിടെ ഇരിക്കൂ, വിശേഷങ്ങൾ എന്തൊക്കെയാ പറയൂ എന്ന് പറഞ്ഞിട്ട് ഓരോന്നൊക്കെ എങ്ങനെ ചോദിക്കുകയാണ്. നമ്മള് ആ ഗുരുകുലത്തില് അന്ന് രാത്രി
ഒന്നിച്ച് താമസിച്ചതും നമ്മൾ ഒന്നിച്ചല്ലേ രാത്രി കിടക്കാറുള്ളത്. അങ്ങനെ ഓരോന്നും ആ ഗുരുകുലവാസത്തെ പറ്റിയും ഗുരുപത്നിക്ക് വേണ്ടി വിറകിന് പോയതും കാട്ടില് രാത്രി മുഴുവൻ വിഷമിച്ച് കഴിച്ചു കൂട്ടിയതും എല്ലാം ഭഗവാൻ വളരെ തന്മയത്വത്തോടു കൂടിയിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. ഗുരുവിന്റെ അനുഗ്രഹം മാത്രമാണ് ജീവന് പരമശ്രേയസിനെ തരുന്നത്, അല്ലേ സുധാമാവി? ഗുരുപ്രസാദത്താൽ ഭഗവാൻ പ്രസാദിക്കുന്നത് പോലെ മറ്റൊന്നുകൊണ്ടും ഭഗവാൻ പ്രസാദിക്കുന്നില്ല എന്നും മറ്റും ഉള്ള ഭഗവാന്റെ വചനാമൃതനെ കുചേലന. അപ്പൊ ഇതൊക്കെ കേട്ടപ്പോ കുചേലൻ ഭഗവാന്റെ ആ സംസാരങ്ങൾ ഇങ്ങനെ കേട്ട് കേട്ട് ആസ്വദിച്ച് ആനന്ദനും മഗ്നനായിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ കുചേലപത്നി പറഞ്ഞതോ ദാരിദ്ര്യത്തെ കുറിച്ചോ ഒന്നും ആ മഹാത്മാവ് ചിന്തിക്കണേ ഇല്ല. ഭഗവാന്റെ അടുത്ത് ഇങ്ങനെ ആനന്ദമഗ്നായിട്ട് ഇരിക്കുക. അഥ ശ്രീമൽ ഭാഗവത ദശമസ്കന്ധ അശീതിതമോധ്യായ ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൻ സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദര മന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ധാമയും ഭാഗവതാഭിധാനാം ഹരേ തനും ദേ ചരിതൈ ത്വദീയൈ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദാച്യുത മാരുതേശ. ഗംഗണപതയേ നമഃ. സംസരസ്വതേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീരാജോവാച ഭഗവൻ യാനി ചാന്യാനി മുകുന്ദസ്യ മഹാത്മന വീര്യാണി അനന്തവീര്യസ്യ ശ്രോതുമിച്ഛാമി ഹേ പ്രഭു. ആ കുചേലോപാഖ്യാനത്തിലെ ഒന്നാമത്തെ അധ്യായം ഇത് ആരംഭിക്കുന്നു. 2 അധ്യായങ്ങൾ കൊണ്ടാണ് കുചേലോപാഖ്യാനം ഇവിടെ പറയണത്. ബലരാമന്റെ വീര്യങ്ങൾ കേട്ട രാജാവ് വീണ്ടും ശ്രീകൃഷ്ണ ലീലകൾ കേൾക്കണം എന്നുള്ള ആഗ്രഹം ശ്രീ ശുകബ്രഹ്മർഷിയോട് പറയാണ്. ഇതുവരെ ശ്രീകൃഷ്ണൻ ദുർജന സംഹാരദ്വാര സജ്ജനങ്ങൾക്ക് സുഖം ജനിപ്പിച്ചു. ഇനിമേൽ താൻ തന്നെ അവരെ സഹായിക്കുക എന്ന നിലയിൽ തന്റെ ജനങ്ങളെ നേരിട്ട് തന്നെ അനുഗ്രഹിക്കുന്ന കഥ ആരംഭിക്കുകയാണ്. അങ്ങനെ ശ്രീതാമാവും കൃഷ്ണനും ഗുരുകുലത്തിൽ വസിച്ച കഥ അന്യോന്യം സംഭാഷണം ചെയ്യണം. പരീക്ഷിത് മഹാരാജാവ് ശ്രീ ശുകബ്രഹ്മർഷിയോട് ചോദിക്കുകയാണ്, ഹേ ഭഗവൻ, സർവജ്ഞ, അളവറ്റ വീര്യത്തോടു കൂടിയവനും ഭക്തന്മാരുടെ സകല സന്താപങ്ങളെയും നശിപ്പിച്ച് മുക്തി നൽകുന്നവനുമായ ഭഗവാൻ ശ്രീകൃഷ്ണൻ യാതൊരു വീര്യങ്ങൾ പ്രകാശിപ്പിച്ചുവോ അവ കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കോനു ശ്രുത്വാ സകൃൽ ബ്രഹ്മൻ ഉത്തമ ശ്ലോക സൽക്കഥാ വിരമേത വിശേഷജ്ഞോ വിഷണ്ണ കാമമാർഗണേ. ഹേ ബ്രഹ്മൻ, അങ്ങയ്ക്ക് ഞാൻ പറയുന്ന ഈ അഭിപ്രായം സമ്മതമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. വിഷയസുഖങ്ങളെ അന്വേഷിച്ച് അലയുന്നവന് ലേശവും സുഖം ആ വിഷയങ്ങളിൽ നിന്ന് കിട്ടുന്നില്ല. അത് സുഖം കിട്ടുന്നില്ല എന്ന് മാത്രമല്ല,
സുഖം കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെയും പിന്നെയും പരിശ്രമിക്കുമ്പോൾ കിട്ടുന്നത് എന്താ? ദുഃഖം മാത്രമാണ്. ഇത് മനസ്സിലാക്കുന്ന ഏതൊരു മനുഷ്യൻ അജ്ഞാനാന്ധകാരം നശിപ്പിച്ച് പരമസുഖം നൽകുന്ന മനോഹരങ്ങളായ ഭഗവാന്റെ ആനന്ദ രൂപകഥകൾ എത്ര പ്രാവശ്യം കേട്ടാലും മതി എന്ന് വിചാരിക്കോ? ഭഗവാന്റെ കഥകൾ എത്ര തവണ കേട്ടാലും മതിയാവില്ല, ഒരിക്കലും മതി വരികയില്ല. അതുകൊണ്ട് ഇനിയും ആ കഥ കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സാവാക്യയാ തസ്യ ഗുണാൻ ഗൃണീതേ കരൗചതൽ കർമ്മ കരൗ മനശ്ച സ്മരേൽ വസന്തം സ്ഥിരജംഗമേഷു ശൃണോതി തൽപുണ്യകഥാസകർണ. കഥാശ്രവണ മാഹാത്മ്യത്തെ സ്തുതിച്ചുകൊണ്ട് ഭഗവാനു വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്നതായിരിക്കണം എല്ലാ ഇന്ദ്രിയങ്ങളുടെയും പ്രവൃത്തി. കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും മനസ്സിനെയും ശരിയായി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെയും ഇങ്ങനെ പ്രവർത്തിക്കണം എന്ന് ഉപദേശിക്കുകയാണ് ഈ ശ്ലോകത്തില്. ഏതൊരു വാക്കിനാൽ ഭഗവാന്റെ ഭക്തവാത്സല്യാദി ഗുണങ്ങൾ കീർത്തിക്കുന്നുവോ അതാണ് വാക്ക്, അതുതന്നെയാണ് വാക്ക്. ഏതൊരു കൈകൾ ഭഗവാന്റെ ദാസ്യവേലകൾ ചെയ്യുന്നുവോ അവ തന്നെയാണ് കൈകൾ. സ്ഥാവര ജംഗമ രൂപങ്ങളിൽ ഭേദം കൂടാതെ വസിക്കുന്ന സർവാന്തര്യാമിയെ യാതൊരു മനസ്സ് ചിന്തിക്കുന്നുവോ അത് തന്നെയാണ് മനസ്സ്. ഏതൊരു ശ്രോത്രം ഭഗവത് പുണ്യകഥകൾ കേൾക്കുന്നുവോ അത് തന്നെ ശ്രോത്രം. ശിരസ്തു തസ്യോഭയലിംഗമാനമേ തദേവയൽ പശ്യതി തദ്ധി ചക്ഷു അംഗാനി വിഷ്ണോരഥ തജ്ജനാനാം പാദോദകം യാനി ഭജന്തി നിത്യം. ഭഗവാന്റെ സ്ഥിരങ്ങളായും ചരങ്ങളായും ഇരിക്കുന്ന വിഗ്രഹങ്ങളെ ഏതൊന്ന് നമസ്കരിക്കുന്നുവോ അത് തന്നെയാണ് ശിരസ്. ആ രണ്ട് രൂപങ്ങളെയും ഏതൊന്നു കാണുന്നുവോ അത് തന്നെ കണ്ണ്. ഭഗവാന്റെ പാദത്തിൽ നിന്ന് ജനിച്ച ഗംഗ മുതലായ പുണ്യനദികളെയും ഭഗവത് ഭക്തന്മാരുടെ കാല് കഴുകിയ ജലത്തെയും ഏത് അവയവങ്ങൾ കൊണ്ട് സ്വീകരിക്കുന്നുവോ അവ തന്നെ അവയവങ്ങൾ. സകല ഇന്ദ്രിയങ്ങളെയും ഭഗവത് കൈങ്കര്യത്തിനായി സമർപ്പിക്കാഞ്ഞാൽ അവ ഉണ്ടായതുകൊണ്ട് ഫലം യാതൊന്നുമില്ലെന്ന്. അതാണ് പരീക്ഷിത്ത് മഹാരാജാവ് പറഞ്ഞതിന്റെ സാരം. ഭഗവാൻ നൽകിയിരിക്കുന്ന കരചരണാദ്യ അവയവങ്ങളാൽ ഭഗവാനെ ആരാധിച്ച് ഭഗവാന്റെ സായുജ്യം പ്രാപിക്കണം. അത് തന്നെയാണ് ജന്മസാഫല്യം എന്ന് അർത്ഥം. സൂത ഉവാച വിഷ്ണുരാതേന സംപൃഷ്ടോ ഭഗവാൻ ബാദരായണി വാസുദേവേ ഭഗവതി നിമഗ്ന ഹൃദയോ ബ്രവീത്. ഭഗവാന്റെ മഹാത്മ്യം കീർത്തിച്ച് കേൾക്കുമ്പോൾ ഭക്തന്മാരുടെ മനസ്സ് മുഴുവനും ഭഗവാനിൽ അങ്ങോട്ട് ലയിക്കണം. അതുകൊണ്ട് പരീക്ഷിത്ത് മഹാരാജാവ് ഇങ്ങനെ ചോദിച്ചപ്പോൾ ശ്രീശുക ബ്രഹ്മർഷി മനസ്സ് മുഴുവനും ആ ശ്രീകൃഷ്ണനിൽ ലയിച്ചുകൊണ്ട് ഭഗവാനിൽ അങ്ങോട്ട് ലയിച്ചു. കുറച്ചു നേരം സമാധിയിലായി ശ്രീശുക ബ്രഹ്മർഷി. പിന്നെ ഇതാ മറുപടി പറയണു. അകുചേല ഉപാഖ്യാനം വർണ്ണിക്കുകയാണ് ശ്രീശുക ബ്രഹ്മർഷി. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ